നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് നമുക്ക് ഹെന്നയോ അതുപോലെ തന്നെ ഡൈയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല, കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും, നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് 1-2 മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. മുടി നല്ലപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് എടുക്കുന്നത് സവാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സവാള നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ്, മുടി വളരാനും ഒക്കെ വളരെയധികം പ്രയോജനമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഉലുവയും വളരെയധികം ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ മുടിക്ക് നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ്. മുടി വളരുകയും താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് ഉലുവ സഹായിക്കുന്നു. അപ്പം സവാളയും ഉലുവയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള എടുക്കാം. ഞാൻ ഇപ്പം സവാളയുടെ തൊലി മാത്രമാണ് എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ ആ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ബാക്ക് വശവും ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ തൊലി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിട്ടാൽ തന്നെ നമുക്ക് അധികം ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് ഈ തൊലി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടേണ്ടതാണ്, നല്ലപോലെ തന്നെ കരിയിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്ത് തൊലി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 4 സവാളയുടെ തൊലിയും ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഇനി ഇത് നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ നല്ലപോലെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ട് 2 ബദാം ഇട്ട് കൊടുക്കുന്നു. ബദാമും നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ്. അതിനുശേഷം ഉലുവ ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം. ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് സവാളയുടെ തൊലി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മളിട്ട ബദാമും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സവാളയുടെ തൊലി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടണം, കരിയിച്ചെടുക്കണം. എന്നാലും നമുക്ക് ആ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളുടെ ഉലുവയും അതുപോലെ തന്നെ ബദാമും ഒക്കെ ഒന്ന് ബ്ലാക്ക് കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ സവാളയുടെ തൊലി മാത്രം ഒന്ന് നമുക്ക് കരിയിച്ചെടുത്താൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം സവാള പെട്ടെന്ന് തന്നെ കത്തി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതായത് ഞാൻ കൈവച്ചൊന്ന് പൊടിച്ചപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളറായിട്ട് കിട്ടണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയ ശേഷം ഞാനൊരു പേപ്പറിലൊന്ന് വിരിച്ചിടുവാണ്. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊടിച്ച് കിട്ടിയാലേ നമുക്ക് നല്ല ഡൈ ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഏകദേശം തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ആ ബദാമൊക്കെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ക്ലീനാക്കിയ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നാലും നമ്മളുടെ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ തലയിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതേ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തൊലിയെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് കുറച്ചധികം ആകുമ്പോൾ പൊടിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നല്ല പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ ആവശ്യത്തിന് ഇനി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ബോട്ടിലാക്കി വെക്കുവാണ്, നിറച്ച് വെക്കുവാണ്. അപ്പോൾ സവാളയുടെ തൊലി ഇനി ആരും കളയരുത്. ഇതുപോലെ നമുക്ക് കൂട്ടി വെച്ചാൽ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്താലും ദോഷമാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു രീതിയാണ്, നമ്മൾ വെറുതെ കളയുന്നതാണ് സവാളത്തൊലി. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇപ്പം നമ്മൾ കൂട്ടാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ആ പൊടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒഴിച്ച് അല്ലെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും നമുക്ക് മതി കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് പരുവത്തിലായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോകരുത്, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് നല്ല തിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് നോക്കിയാൽ നമ്മളുടെ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്നൊരു കളറൊക്കെ ബ്ലാക്ക് കളറിൽ കിട്ടും. അപ്പോൾ നോക്കി നമ്മൾ ഡൈ ഒക്കെ ഒന്നും കൂടെ ഒരു ബ്ലാക്ക് കളറിൽ ഒന്ന് തിക്കായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇരിക്കും തോറും ഒന്ന് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരും. വേണമെങ്കിൽ നമുക്ക് പിന്നീടും ഒലിവ് ഓയിൽ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറിയ ലൂസ് പരുവത്തിലാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ഇത് പുരട്ടുകയും ചെയ്യാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാണല്ലേ തേക്കുന്നത്. അപ്പം കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ കൈക്കൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ പറ്റത്തില്ല. ഇതൊരു കുഴപ്പമില്ല, കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രഷിൽ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് ആകുമ്പോൾ നമ്മളുടെ മുടിയിൽ എല്ലാ ഭാഗത്തും എത്തിക്കോളും. അപ്പോൾ അത് നോക്കിയാൽ നമ്മൾ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡൈ കൂടിയാണ്. അപ്പോൾ ഇത് നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലുള്ളത്. അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ ശേഷമാണ് കഴുകുന്നത്. അപ്പോൾ ഷാമ്പൂ ഒന്നും ഇടരുത്. ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ജാറിൽ അരിഞ്ഞിട്ട ശേഷം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക. ഒരു ജ്യൂസ് പരുവത്തിലാക്കുക. സവാള നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ്, മുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് ആക്കി നമ്മളുടെ മുടി വാഷ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം എന്ത് ഹെയർ ഡൈ നമ്മൾ ഇട്ടാലും ഷാമ്പു ഇടരുത്. ഇതുപോലെയുള്ള എന്തെങ്കിലും നമ്മൾ സവാള അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസാക്കി തല കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തല വാഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളുടെ തല നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഹെയർ ഡൈ കഴുകിക്കളയാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മുടി വളരാനൊക്കെ സവാള ജ്യൂസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് തല വാഷ് ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ നല്ലപോലെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കേശവർദ്ധിനിയുടെ എണ്ണ നമുക്കറിയാം മുടി വളരാനും താരം പോകാനും അഴുക്ക് പോകാനും മുടി കുഴിച്ചിൽ നിൽക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളുടെ പറമ്പ് കണ്ടില്ലേ, മൊത്തം കേശവർദ്ധിനി പിടിച്ച് നിൽക്കുകയാണ്. ഈ ഇലയും പൂവും മാത്രം ഇട്ട് കാച്ചുന്ന എണ്ണയാണ് കേട്ടോ. അപ്പം ഇതേ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ കുറച്ച് ഇലയും അല്ലെങ്കിൽ തൈയൊക്കെ കാണിച്ചിട്ട് കേശവർദ്ധിനി എണ്ണയെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചാടി വീഴുമല്ലേ. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇത് കാണിച്ചു തന്നത് ഇത് മാത്രം ഇട്ട് കാച്ചിയ എണ്ണയാണ് കേട്ടോ. ഇത് അത് നല്ല നാടൻ മില്ലിലാട്ടി എണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുറച്ചധികം തന്നെ ഓർഡർ വന്നുകൊണ്ട് കുറച്ചധികം കൂടുതൽ എണ്ണ കാച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പൂവോട് കൂടിയാണ് കേശവർദ്ധിനി ചെടി വരുന്നത് കേട്ടോ. കുറച്ചധികം തന്നെ ചെടി പറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ല പോലെ തന്നെ ക്ലീനാക്കി ഇട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ വളരെ കൂടുതൽ ഇല തന്നെ വേണം, പൂവും വേണം ഇത് കാച്ചാനായിട്ട്. അത് നല്ലപോലെ വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ നമുക്ക് എത്രയാണ് എണ്ണ വേണ്ടത് അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും എണ്ണ ഒഴിച്ച് ആ ചൂടായി വരുമ്പോൾ ഇത് അങ്ങോട്ട് ചതച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അപ്പോൾ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. അപ്പം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കുമേ. അപ്പോൾ ഈ 100 ml കൊറിയർ ചാർജ് ഉൾപ്പെടെ 250 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് തരുന്നത്. ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തലയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, കുളിക്കുന്ന അരമണിക്കൂർ മുമ്പ്. അതിനുശേഷം നമുക്ക് ഷാമ്പൂ ഒന്നും ഇടണ്ട, താളി എന്തെങ്കിലും ഇട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി.